ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. നിരാർദ്രമാകുന്ന നമ്മുടെ കാലത്തിൻ്റെ നടുമുറ്റത്ത് ആ പദം വീണ്ടും വീണ്ടും എഴുതുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കരുണ, കരുണ, കരുണ. കഥകളൊക്കെ നമുക്കറിയാം. തെറ്റിൽ കുരുക്കപ്പെട്ടൊരു സ്ത്രീ. കുരുക്കപ്പെട്ടെന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെ ഭംഗി. കാരണം ഉഭയസമ്മതം ആവശ്യമുള്ള ഒരു കർമ്മത്തിലാണ് അവൾ ഏർപ്പെട്ടത്. എന്നിട്ടോ അവനവിടെ പോയി. എല്ലായിടത്തും ബലഹീനത കുരുങ്ങുന്ന ഒരു നീതി വ്യവസ്ഥ. അവന് മുമ്പിലേക്ക് അവളെ തള്ളിയിട്ടുകൊണ്ട് ആൾക്കൂട്ടം ചോദിക്കുകയാണ്, ഇവളുടെ മീതെ നിൻ്റെ തീർപ്പെന്താ? മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഒരുവള. അപ്പോൾ ആദ്യവും അവസാനവുമായിട്ട് അവിടെ നിന്ന് എഴുതിയ എന്തോ ഒന്ന് സുവിശേഷത്തിൽ മുമ്പോ നമ്മൾ വായിക്കുന്നില്ല. നമ്മുടെ നസ്രത്തിലെ സ്നേഹിതൻ എന്തെങ്കിലും ഇങ്ങനെ എഴുതുന്നതായിട്ട് അവിടെ നിന്ന് നിലത്തിരുന്ന് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. എന്തായിരിക്കും അവിടെ നിന്ന് എഴുതിയിട്ടുള്ളത്? എന്തായാലും ആ എഴുത്ത് കൃത്യമായിട്ട് ഈ ആൾക്കൂട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ എന്തായിരിക്കും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്? ചിലർ പറയാറുണ്ട്, ഈ ചുറ്റിനും കൂടി നിൽക്കുന്ന മനുഷ്യരുടെ അപരാധങ്ങളെ അവിടെ നിന്ന് ഇങ്ങനെ എണ്ണി എണ്ണി അവരെ വല്ലാതെ കുരുക്കിലാക്കുക എന്നുള്ള ബാലിശമാണ് ചിന്ത. മനുഷ്യനെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന, അവൻ്റെ ലജ്ജാഭാരത്തെ വർദ്ധിപ്പിക്കുന്ന ഒരാളുടെ പേരല്ല യേശു. എൻ്റെ അന്നും ഇന്നുമൊക്കെ ഉള്ളൊരു സങ്കല്പം ഇതാണ്. അവിടെ നിശ്ചയമായിട്ടും എഴുതിയിട്ടുള്ള വാക്ക് അത് തന്നെയായിരിക്കും, കമ്പാഷൻ, കരുണ, കരുണ, കരുണ. കാരണം ഹൃദയത്തെ വിപുലീകരിക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു പദം വേറെയില്ല. ആ പദം എല്ലായിടത്തും ഒന്ന് എഴുതി വെച്ച് നോക്കൂ. പള്ളികളിൽ, പള്ളിക്കൂടങ്ങളിൽ, ചന്തസ്ഥലങ്ങളിൽ, ട്രാമുകളിൽ, എല്ലായിടത്തും. ചെറിയ കാലത്തൊക്കെ നമ്മളിങ്ങനെ ഇമ്പോസിഷൻ എഴുതി ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കണക്ക് വീണ്ടും വീണ്ടും പേർത്ത് എഴുതുകയും പറയുകയും ചെയ്യേണ്ട വാക്കാണ് കരുണ. എന്താണ് ഈ മതങ്ങളെന്നൊക്കെ പറയുന്നത്? കരുണയുടെ തീർത്ഥാടനം എന്ന് പറയുന്നത് വിശേഷിപ്പിക്കപ്പെടേണ്ടതാണ് എല്ലാ മതങ്ങളുടെയും പാരമ്പര്യം. ദൈവം മതസങ്കല്പങ്ങൾക്ക് എന്താണ്? പരമകാരുണ്യം. ഇസ്ലാം എന്ത് നന്നായിട്ടാണ് വാക്ക് ഉപയോഗിക്കുന്നത്? റസൂൽ. ഏതോ ഇടങ്ങളിലൊക്കെ നമ്മൾ ആ കീർത്തനങ്ങൾ കേൾക്കുന്നില്ലേ? കരുണ ചെയ്യാൻ എന്തിന് താമസം? ഒരുപക്ഷെ ഏതൊരു മലയാളിക്ക് ഏറ്റവും നിശ്ചയമുള്ള ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കർണാട്ടിക് സംഗീതം, കീർത്തനം. രമേൻ തമ്പിയാണ് അത് എഴുതുന്നത്. ശ്രീരാഗത്തിലാണ് അത് എഴുതപ്പെടുക. പിന്നീട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അതിനെ കുറേ കൂടി ഭംഗിയാക്കി മാറ്റി. യദുകുല കാമ്പോജി എന്ന് പറയുന്ന രാഗത്തിലേക്ക് മാറ്റി. അതിങ്ങനെ അസാധാരണമായ വാത്സല്യവും സമർപ്പണവും ഒക്കെ രൂപപ്പെടുത്തുന്ന, കരുണ ദ്യോതിപ്പിക്കുന്ന ഒരു രാഗമാണത്. എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ആ വരി, കരുണ ചെയ്യാൻ എന്ത് താമസം. എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും മനുഷ്യർ അത് തന്നെയാണ് നിശബ്ദമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കരുണ ചെയ്യാനായിട്ട് നീ വൈകുന്നത്? അപ്പോൾ കരുണയാണ് മതത്തിൻ്റെ അകക്കാമ്പൽ. ബുദ്ധിസം എന്നൊക്കെ പറയുന്നത് കൃത്യമായി കരുണയുടെ മതമാണ്. ബിംബിസാര രാജാവിൻ്റെ യാഗശാലയിൽ ചെന്നിട്ട് മുടന്തുള്ള ആട്ടിൻകുട്ടിയും എടുത്ത് മാറ്റിയിട്ട് ഇതിന് പകരം എന്നെ ബലിയെടുത്തുകൊള്ളുക എന്നൊക്കെ പറയുന്ന ആ ഗുരുവിനെ ഓർമ്മിച്ച് നോക്കുക. ജൈനമതം, ഏതൊരു മതവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കരുണയെക്കുറിച്ച്. സുവിശേഷത്തിൽ നിന്ന് കരുണയെന്ന് പറയുന്നൊരു പദം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് അവശേഷിക്കും? ഗോസ്പൽ മൈനസ് കമ്പാഷൻ, ഇങ്ങനെ വലിയൊരു സീറോ മാത്രമാണ്. എല്ലാ പദങ്ങളും പറഞ്ഞത് കരുണയെക്കുറിച്ച്, കാട്ടിയത് കരുണയുടെ അടയാളങ്ങൾ, പ്രചോദിപ്പിച്ചത് കരുണയെ ഉണർത്താനായിട്ട്. കരുണയാണ് മതത്തിൻ്റെ കാമ്പൽ, കരുണയാണ് സുവിശേഷത്തിൻ്റെ കാതൽ. ഈ കരുണയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് നമ്മുടെ കാലത്ത് സഹായിക്കുക എന്നുള്ളതായിരിക്കും ശരിയായ സുവിശേഷ ധർമ്മം. ചെയ്യാവുന്ന കാര്യങ്ങൾ, ഈ കരുണയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. വിശേഷം ചെറിയ മക്കളോട്. അവരിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ അംബിഷൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കുക, അതിനെ പ്രചോദിപ്പിക്കുന്ന കഥകളൊക്കെയാണ്. സക്സസ്ഫുള്ളായ മനുഷ്യ കഥകളെക്കുറിച്ച്, വലിയ വിജയങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും ഒക്കെ അവരോടിങ്ങനെ ഗുരുക്കന്മാരുടെ കരുണയെക്കുറിച്ച് പറയുക. അടുത്തിടെ നല്ലൊരു അനുഭവം ഉണ്ടായി. ഒരു കോളേജിൽ സെൻറ്റ് ഫ്രാൻസിനെ കുറിച്ചൊരു പ്രഭാഷണം പറയാനായിട്ട് വിളിച്ചു. ഫ്രാൻസിൻ്റെ കരുണ എന്ന് പറയുന്ന ഒരു വിചാരത്തിൽ തന്നെ, കമ്പാഷൻ ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്ന വിചാരത്തിൽ തന്നെ ആയിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. എന്തൊരു കരുണ പുലർത്തിയിരുന്ന മനുഷ്യനായിരുന്നു അയാൾ. പാതയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു പുഴു ഇങ്ങനെ നിറഞ്ഞു പോകുന്ന കാണുമ്പോൾ അബദ്ധത്തിലെങ്ങാനും ആരെങ്കിലും ഇതിനെ ചവിട്ടിത്തേക്കുമെന്ന് ഭയന്നിട്ട് ഇതിനെ ഇങ്ങനെ പാതയോരത്തേക്ക് എടുത്തു വെക്കുന്ന മനുഷ്യൻ. പുലരിയാകുമ്പോൾ ഇങ്ങനെ തെരുവുകളൊക്കെ അണക്കാനായിട്ട് പേടിയാണ്. വിളക്കുകൾ തെരുവീതിൽ കത്തുന്നുണ്ട്, പക്ഷേ അണച്ചു കഴിയുന്നാൽ അതുപോലും പറ്റാനാവാതെ ഇങ്ങനെ വിവശനാകുന്നൊരു മനുഷ്യൻ. എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ ഹൈന്ദവം എന്ന് വിശേഷിപ്പിച്ച പശ്ചാത്തലത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടി, കുറേയൊക്കെ തൊട്ടൊരു പെൺകുട്ടി ഇങ്ങനെ വെറുതെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കും. ഇടവേളയിൽ അവൾ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫ്രാൻസിനെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ ഞാൻ ഓർമ്മിച്ച രമണ മഹർഷിയെക്കുറിച്ച്. ഞാനും വായിച്ചിട്ടുണ്ട് രമണ മഹർഷിയെക്കുറിച്ച്. അവസാന കാലങ്ങളിൽ ഇങ്ങനെ തൊണ്ടയിൽ ഈ വാക്യകത്ത് വ്രണങ്ങളാണ്. ആ വ്രണങ്ങൾക്കകത്ത് പുഴുക്കളുണ്ട്. അർബുദമാണെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ, എൻ്റെ ഒരു ഓർമ്മ. എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വൈദ്യം വന്നിട്ട് ഈ പുഴുക്കളെടുത്ത് താഴോട്ടിടും, കൊടിൽ കൊണ്ട് താഴോട്ടിടും. വൈദ്യർ പോയി കഴിയുമ്പോൾ പതുക്കെ ഈ പുഴുവിനെടുത്തിട്ട് വീണ്ടും ഈ വ്രണങ്ങളിലേക്ക് വെക്കും. എന്നിട്ട് പറയും, പുഴുവിൻ്റെ അന്നമാണ് വ്രണം,
നിശ്ചയിച്ചുകൂടാ. ഇത്തരം കരുണയുടെ കഥകൾ ജീവിതത്തെ എന്തുമാത്രം വിപുലീകരിക്കാറുണ്ട്. ഓർമ്മിക്കുന്നുണ്ട് ചെറിയ പ്രായത്തിൽ വായിച്ച പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. അത് വെറുതെ കരുണയുടെ കഥയാണ്. എല്ലാവരും കരുണയാണ്. അതിനകത്ത് ഒരുപക്ഷെ ദുഷ്ടകഥാപാത്രം വിശേഷിപ്പിക്കാവുന്ന ഒരാളേ ഉള്ളൂ. ജിൻ വാൽജിൻ ഇങ്ങനെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരുന്നൊരു പോലീസ് ഓഫീസർ. അയാൾ അത്രയും കരുണയുടെ അടയാളമായിട്ടൊടുവിൽ വെളിപ്പെട്ട് കിട്ടുന്ന എങ്ങനെയാണ്? ഈ മനുഷ്യനെ നീതിപീഠത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാനായിട്ട് ധൈര്യമോ ആഗ്രഹമോ ഇല്ലാതെ വരുമ്പോൾ അയാളിങ്ങനെ സ്വയഹത്യ ചെയ്യുക. എല്ലാ കഥാപാത്രങ്ങൾക്കകത്ത് ഇങ്ങനെ കരുണ സന്നിവേശിപ്പിച്ചൊരു പുസ്തകമാണ് പാവങ്ങൾ. പാവങ്ങൾ വായിക്കാതെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാല്യകൗമാരങ്ങൾ കടന്നു പോകാമെന്നുള്ളത് അത്ര ഭേദപ്പെട്ട അടയാളമല്ല. അപ്പോൾ എവിടെയും ഈ കരുണയുടെ രാഗങ്ങൾ ആ മനുഷ്യൻ പാടിക്കൊണ്ടിരിക്കുന്നത്, കരുണയ്ക്കുള്ള കീർത്തനങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ കരുണയിലേക്ക് തന്നെ വരിക. നമ്മൾ നിശ്ചയമായിട്ടും ഗിരിപ്രഭാഷണത്തിൽ അത് കേൾക്കുന്നുണ്ട്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അഷ്ടഭാഗ്യങ്ങളെന്ന് പറയുന്നത് ആരും വിചാരിക്കരുത് യേശു ഇങ്ങനെ ഒറ്റ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. യേശു ഒരു ജീവിതകാലം മുഴുവൻ പറയാനായിട്ട് ശ്രമിച്ച മൂല്യങ്ങളുടെ ഡിസ്റ്റിൽഡ് വേർഷൻ, അതിനിങ്ങനെ മാറ്റിയെടുക്കുന്നതിൻ്റെ പേരാണ് അഷ്ടഭാഗ്യം. അതിനകത്ത് കരുണയ്ക്ക് വേണ്ടിയുള്ള വാഴ്ത്ത് ഈ രാത്രിയിൽ ഒന്ന് കണ്ണുപൂട്ടി സ്വയം തൻ്റെ മനസ്സിനോട് പറയുക, ആ കരുണയുള്ള നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. എന്ത് ഈ കരുണ എന്ന് പറയുന്നത്? ഈ കരുണയ്ക്ക് ഞാൻ വിചാരിക്കുന്നു ഒരു 3 ലെവലിലായിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തയെ ഒന്ന് ക്രമീകരിക്കാമെന്ന് വിചാരിക്കുക. അന്നിങ്ങനെ ഒരുതരം പരകായ പ്രവേശമാണ് കരുണ എന്ന് പറയുന്നത്. യേശു ഉപയോഗിക്കുന്ന ഹെബ്രായ ഭാഷയിലെ വാക്കിനും ഇങ്ങനെ കരുണ എന്ന് പറയുന്ന ഒരുതരം ഒരു വൈകാരികമായ ഒരു അനുഭവത്തെക്കാൾ കൂടുതലായിട്ട് ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അയാൾ കാര്യങ്ങൾ കാണുന്ന കണക്ക് കാണാനുള്ള ശ്രമം എന്ന് പറയുന്നൊരു മട്ടിലാണ് യേശു ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷയിലും ഒക്കെ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾക്കൊക്കെ അത് തന്നെ സൂചന. സിമ്പതി എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നതാണ് സിൻ, SYN, സിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ടുഗദർ എന്നുള്ള വാസ്ക് എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടു സഫർ വിത്ത് എന്ന. ആരോ ഒരാളുടെ പ്രത്യേക കാര്യത്തിനകത്ത് നിങ്ങൾ അയാളെ കണക്ക് സഫർ ചെയ്യാൻ പോയി. ഒരുപക്ഷേ ഈ കരുണ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഒരാളെ കമ്പാനിയൻ ആവുന്ന ഒരു വാക്കുകൂടി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വായിച്ചെന്നല്ല. കമ്പാനിയൻ എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം, സ്നേഹിതൻ. ആരാ സ്നേഹിതൻ എന്ന് പറയുന്നത്? കുംബാനയാണ്. കും വിത്ത് എന്നുള്ള, പാനം എന്ന് പറയുന്ന ബ്രെഡാണ്. ആരോടൊപ്പമാണ് നിങ്ങൾ അപ്പം ഭക്ഷിക്കണം? അപ്പോൾ അവൻ കഴിക്കുന്ന അതേ ഭക്ഷണത്തിൽ പങ്കുചേരാമെന്ന് പറയുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് ഈ കരുണ എന്ന് പറയുന്നത്. ഒരുതരം പരകായ പ്രവേശം. ഇങ്ങനെ ലോകത്തെ അവൻ്റെ മിഴികളിലോ കാണുക, അവൻ്റെ ദിനങ്ങളുടെ ആ സമ്മർദ്ദത്തെ അവൻ്റെ മിഴികളിൽ കൂടെ കാണാനൊക്കെ എന്ന് പറയുന്ന ആ അതിഗാഢമായ ഒരു നിലപാടിൻ്റെ പേരാണ് കരുണ. ഒരു വെറുതെ ഒരു വികാരത്തിൻ്റെ പേര് മാത്രമല്ല, ഒരുതരം ഒരു പാഷൻ്റെ പേര് മാത്രമല്ല. അതിനകത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ കാണാതെ പോകുന്നുണ്ട്. അവരിലേക്ക് തീരെ പ്രവേശനമില്ലാതെ നമ്മൾ ഈ ചെറിയ ആയുസ് പാഴാക്കുന്നുണ്ട്. ഒരു 10,000 സ്വർണ്ണനാണയങ്ങളുടെ കടമുള്ള ഒരു ചങ്ങാതി തൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഒരു ലക്ഷ്യമില്ല, എനിക്കിത് വീട്ടാനായിട്ട് ഒരു പാങ്ങുമില്ല, ഞാൻ എൻ്റെ കാര്യം അവസാനിപ്പിക്കാൻ പോയി, ഞാൻ എൻ്റെ കളം കാലിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ചങ്ങാതി പറഞ്ഞു, എനിക്ക് സമയം എന്താ, ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് സാത്വികനായ ഈ മനുഷ്യൻ ഒരാഴ്ചയ്ക്ക് ശേഷം വരാനായിട്ട് ഇയാളോട് പറഞ്ഞു. എന്നിട്ട് ആ ഒരാഴ്ച മുഴുവൻ ഇയാൾ ഗ്രാമത്തിലുള്ള ഓരോ വീട്ടിലും ചെന്നിട്ട് ഇങ്ങനെ ഭിക്ഷ അയച്ചു. ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇറന്നിട്ടില്ലാത്തത് കൊണ്ടും വളരെ കൃത്യമായ സാത്വിക പശ്ചാത്തലമുള്ളത് കൊണ്ടും ഗ്രാമവാസികളോട് വളരെ ജനറസായി, വളരെ ഔദാര്യമായി. അങ്ങനെ സ്വന്തം ക്ലേശം കൊണ്ട് ഇങ്ങനെ ഒത്തിരി പേരുടെ മുമ്പിൽ തലകുനിഞ്ഞ് നിന്ന് ഒരു വാരത്തിന് ശേഷം ഈ മനുഷ്യൻ കൃത്യമായിട്ട് ഈ തൻ്റെ ചങ്ങാതിക്ക് കൊടുക്കേണ്ട പണം സമ്പാദിച്ചു. എന്നിട്ട് അതെല്ലാം ഒരു കിഴിൽ കെട്ടി കുളിച്ച് ഇയാളിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വലിയ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം, ലജ്ജയുണ്ടെന്ന് എനിക്കറിയാം, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇറന്നതിൻ്റെ ലജ്ജ. അപ്പോൾ അയാൾ പറഞ്ഞു, അതെന്തായാലും തൽക്കാലം എന്നെ അലട്ടുന്നില്ല, ഇറന്ന് എൻ്റെ ചങ്ങാതിക്ക് വേണ്ടിയല്ലേ, അത് കുഴപ്പമില്ല. പക്ഷെ എന്നെ അലട്ടുന്ന വേറൊരു കാര്യമാണ്, 10,000 സ്വർണ്ണ നാണയങ്ങളുടെ കടമുള്ള ഒരു ചങ്ങാതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും അവൻ ഇങ്ങനൊരു കടമുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. ഈ കൂടെ പാർക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു എൻട്രി ഇല്ല എന്ന് പറയുന്നൊരു സങ്കടം. ആ സങ്കടമൊക്കെയാണ് വാസ്തവത്തിൽ ഈ കമ്പാഷൻ എന്ന് പറയുന്ന വികാരത്തിൻ്റെ ഒരു അടിസ്ഥാന എന്ന് പറയുന്ന ഒരു പ്രതലം. ഒരാൾ കടന്നുപോയ അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് അയാൾ കടന്നുപോയത് കണക്ക് അയാളുടെ അനുഭവങ്ങളെ കാണാനൊക്കെയുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ കൃപയുടെ പേരൊക്കെയാണ് വാസ്തവത്തിൽ ഈ കരുണ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. അതുകൊണ്ടാണ് ഞാൻ വായിച്ച ഒരു ഭാഗം ഓർമ്മിക്കുകയാണ്. ക്വീൻ വിക്ടോറിയ, ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു. എന്ത് പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ആർക്കും പറ്റണില്ല. ചുണ്ടുകൂടി ഈ പെൺകുട്ടി വരുമ്പോഴേക്കും പെട്ടെന്ന് ഈ പെൺകുട്ടി കിടക്കുമ്പോൾ ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ക്വീൻ വിക്ടോറിയ വരികയാണ്. വലിയ ചടങ്ങുകളോടുകൂടി ആ രാജ്ഞിയുടെ വരവ് ഘോഷിക്കപ്പെടുകയാണ്. ഈ ചെറിയ പെൺകുട്ടി അവിടെ കിടക്കയിൽ നിന്ന് ചാടി എണീക്കാൻ ശ്രമിക്കുമ്പോൾ
ക്യൂവിന് ഇവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കണ്ട, ഞാൻ നിന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത് ഈ ദേശത്തിൻ്റെ രാജ്ഞി എന്ന നിലയിലല്ല, മറിച്ച് സ്വയം വിധവയായ ഒരുവളെന്ന നിലയിലാണ്. ഞാനൊരു വിധവ, ഐ ആം ഓൾസോ വിഡോ. ഈ സംഭവത്തിൻ്റെ പേരാണ് കാരണം. അതേ സ്കിന്നിലേക്ക്, അതേ തൊലിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. മനുഷ്യാവതാരം എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ മനുഷ്യൻ കടന്നുപോയ സമ്മർദ്ദങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും ഒക്കെ അവിടുന്ന് ആ പരമചൈതന്യം പ്രവേശിക്കാൻ തയ്യാറായെന്ന് പറയുന്നതല്ലേ മനുഷ്യൻ. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞെന്നാൽ ഒരുതരം അവതാരം എന്ന് പറയുന്ന പ്രക്രിയയാണ് സത്യം പറഞ്ഞെന്നാൽ ഈ കമ്പാഷൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എങ്ങനെയാണല്ലോ മനുഷ്യരിലേക്ക് അവതരിച്ചത് കണക്ക് ഈ തകർക്കപ്പെട്ട മനുഷ്യരിലേക്ക് നിങ്ങളുടെ ഒരുതരം പരകായ പ്രവേശം, അയാളുടെ മിഴികളിലൂടെ നിങ്ങൾ കാര്യങ്ങളെ കാണുന്നു. പലപ്പോഴും നമുക്കിണങ്ങിയ മട്ടില്ല നമ്മുടെ കാലത്തെ വ്യാഖ്യാനിക്കുന്നത്, നമുക്കിണങ്ങിയ മട്ടില്ല നമ്മൾ പല കാര്യങ്ങളെയും അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിണങ്ങിയ മട്ടിലല്ല. വേദോസിന് വളരെ ക്ലാസിക്കലായ ഒരു എക്സാമ്പിളുണ്ട്. യേശു മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യേശു ലാസറിൻ്റെ ഭവനത്തിൽ ചെല്ലുന്നത്. സ്വാഭാവികമായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന, തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഈ പ്രിയപ്പെട്ട അതിഥിക്ക് വേണ്ടി മാർത്ത ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ മരണത്തെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ ഈ പാത്രങ്ങൾ കിലുങ്ങുന്നത് പോലും വല്ലാതെ കണ്ട് നെർവസ് ബ്രേക്ക്ഡൗൺ ഉണ്ടാക്കിയെടുക്കും. അയാൾക്ക് ശബ്ദമല്ല ആവശ്യം, അയാൾക്ക് ഈ പറഞ്ഞ വിഭവങ്ങളല്ല ആവശ്യം. അയാൾക്ക് എന്ത് വിഭവങ്ങൾ ഭക്ഷിക്കാനാവും? മരണത്തെ ഏതാനും വാരങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിക്കുന്ന, മരണത്തിലേക്ക് നടന്നു പോകുന്ന ഒരാൾക്ക് എന്ത് ഭക്ഷിക്കാൻ പറ്റും? അപ്പം അയാൾക്ക് ആ വാസ്തവത്തിൽ ആവശ്യം ഒരു സാന്നിധ്യം. പലപ്പോഴും ഈ മാർത്ത എന്ന് പറയുന്ന റോളിലാണ് നമ്മൾ പലപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്കിണങ്ങിയ മട്ടിൽ ചില മനുഷ്യരെ സഹായിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. മേരിയെ കണക്ക് മെഡിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ സമയത്ത് വെറുതെ കൂടെ ഇരിക്കുകയാണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വിശേഷിച്ചും ആ സ്ത്രീകളൊക്കെ കാണാതെ പോകുന്ന പ്രശ്നം ഇതാണ്. പുരുഷന്മാർക്ക് ഒരു സമ്മർദ്ദം വരുമ്പോൾ അവർ സഹായിക്കാനായിട്ട് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് ഓരോന്നിനും എന്ത് ചെയ്യുന്ന അപകൃതിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന വഴി സത്യം പറഞ്ഞെന്നാൽ ഒരു സാധാരണ പുരുഷനെ നിങ്ങൾ സഹായിക്കുന്നില്ല. ചെറിയ പ്രായത്തിലൊക്കെ നമ്മളിങ്ങനെ ആമയെ കിട്ടുമ്പോൾ ചെയ്യുന്ന കണക്ക്, ആമയെ പിടിച്ച് കഴിയുമ്പോൾ തന്നെ ആമ എന്ത് ചെയ്യും? അതിൻ്റെ കാലും തലയൊക്കെ ഇങ്ങനെ വലിക്കും. പിന്നെ ഇങ്ങനെ ആമയുടെ തല പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അതിനിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. തട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ അത് കാല് നീട്ടും, ഇപ്പോൾ അത് തല നീട്ടും. ഇല്ല, ഓരോ തട്ടലിലും വാസ്തവത്തിൽ അതിങ്ങനെ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇങ്ങനൊരു സൈക്കുണ്ട്. വിഷമിച്ച ഒരു മനുഷ്യന് സത്യം പറഞ്ഞെന്നാൽ അധികം ജാലകങ്ങളൊന്നുമില്ല, അയാൾക്ക് അധികം പാലങ്ങളൊന്നുമില്ല പുറത്ത് കടക്കാനായിട്ട്. പിന്നെ അയാളോടൊപ്പം ചേർന്നിരിക്കുക എന്നുള്ള, അങ്ങനെ ആ ചേർന്നിരുന്ന ആ പ്രക്രിയയാണ് യേശു പറഞ്ഞത് നല്ല ഭാഗം. ഓരോരുത്തർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തി അവരോടൊപ്പം ചേർന്നിരിക്കുക, അവർക്കിണങ്ങിയ മട്ടിൽ പ്രതികരിക്കുന്നതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം. അപ്പോൾ ഒന്നതാ ഒരുതരം ആ പരകായ പ്രവേശം എന്ന് പറയുന്ന സംഭവം. രണ്ടാമതായിട്ട് ആത്മജ്ഞാനോ. കാരണം ആവശ്യത്തിലേറെ കരുണ ആവശ്യമുള്ള മനുഷ്യരാണ് നമ്മൾ. ഏത് മനുഷ്യനെ ഇടറാത്തത്? ഏത് മനുഷ്യനാണ് പാളാത്തത്? ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കെന്ന് പറയുന്നത് തന്നെ ഐ റിഗ്രറ്റ് എന്ന് പറയുന്ന വാക്കാണ് നിരീക്ഷിക്കപ്പെടുന്നത്, വിശേഷിച്ചും ഇംഗ്ലീഷ് ഭാഷയിൽ. ഐ എം സോറി, ഐ റിഗ്രറ്റ്. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഖേദിക്കാൻ ഇല്ലാത്തത്? ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഖേദിക്കാനായിട്ടുണ്ടാവും. കുറച്ച് വർഷം വെറുതെ ബൈപ്പാസിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ പാതിരാവിൽ കൈകാട്ടിയ ആ മനുഷ്യന് നേരെ നിർത്താതെ പോയതുപോലെ നിങ്ങൾ അലട്ടത്തില്ലേ? അരൂരിൽ നിന്ന് എരമലൂരിലേക്ക് എത്തുമ്പോഴേക്കും അത് നിങ്ങൾ അലട്ടുന്നതല്ലേ? എന്തിനാ ഒരു ബൈക്കിന് 2 സീറ്റ്? സത്യം പറഞ്ഞാൽ ഒരാളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ബൈക്കിൽ പോകാമെന്ന് പറയുന്നത് ഒരു തിരക്കുള്ള വഴിക്കകത്ത് ചെയ്യുന്ന ഒരു ക്രൈമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും ആ പാതിരാവിലെ ഇനി ഒരു ബസ്സും വരാൻ സാധ്യതയില്ലാത്ത ആ പാതിരാവിലെ ഈ നല്ല മഴയുള്ള ഈ കാലത്തിനകത്ത് അയാൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുമോ? ഇങ്ങനെ കുറ്റബോധത്തിന് മാത്രം സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ മരിച്ചവരെ പോലും നമ്മൾ പോയി കാണുന്നതിന് വേണ്ടിയാണ്. മരിച്ചവരെ കാണാനായിട്ടൊക്കെ നമ്മൾ ഏത് ദൂരത്തു നിന്നാലും ഓടിയെത്താറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മൾ അവരോട് പൂർത്തീകരിക്കാതെ പോയ വാക്കുകൾ ഓർത്തിട്ടാ, അവരോട് വെളിപ്പെടുത്താതെ പോയ സ്നേഹത്തെ ഓർത്തിട്ടാ. 1-2 മരണാനുഭവങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായി, വാസ്തവത്തിൽ നമ്മൾ നീതിപൂർവ്വമായിട്ടല്ല അവരോട് വർദ്ധിച്ചിട്ടുള്ളത്. ഒരാളും നീതിപൂർവ്വമല്ല കടന്നുപോയവർ വർദ്ധിച്ചിട്ടുള്ളത്. ആ കുറ്റബോധം കൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് കോണിലായാലും നമ്മളിങ്ങനെ ഓടിയെത്തുന്നത്. അപ്പോൾ റിഗ്രറ്റ് ചെയ്യാൻ മാത്രം കാര്യങ്ങളുള്ള, ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടാൻ മാത്രം കുറ്റങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ പരാശക്തിയോട് എന്ത് കാര്യത്തിന് വേണ്ടി ചോദിക്കാനായിട്ട് പറ്റും? ആകപ്പാട് യേശു പറഞ്ഞ വാക്ക് മാത്രമാണ് സമാശ്വാസം: കരുണ കാണിച്ചുകൊണ്ട് കരുണ സ്വീകരിക്കുക. ഓരോരുത്തരും തങ്ങൾ കൊടുക്കുന്ന അളവിൽ മാത്രം അവർക്ക് ലഭിക്കുന്നതാണ് കരുണ എന്നൊക്കെയുള്ള തിരിച്ചറിവ്. ആ സ്വയം പിച്ചയാണെന്ന് തിരിച്ചറിഞ്ഞ ആ സൂഫി ഗുരുവിൻ്റെ കഥ തന്നെയാണ്. ആരോ ഭിക്ഷയാചിക്കുന്നു, ഭിക്ഷയാചിച്ച് അയാൾക്കിങ്ങനെ പിച്ച കൊടുത്തിട്ട് ആ ഭിക്ഷാപാത്രവുമായിട്ട് ആ യാചകം നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യർ പ്രകാശം ഉണ്ടായേ. അയാളിങ്ങനെ കരയുകയാണ്, അള്ളാ ഞാൻ തന്നെ നിൻ്റെ പിച്ചയല്ലേ. ഓരോരുത്തരും ആ പരാശക്തിയുടെ കരങ്ങളിൽ നിന്ന് ഒത്തിരി കരുണ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം കരുണ സ്വീകരിക്കാനായിട്ട് ഒരാൾക്ക് ലഭിക്കുന്ന ആ ഒരു വലിയൊരു ഉറപ്പ് എന്ന് പറയുന്നത് അയാൾ കാട്ടുന്ന കരുണയാണ്. നമ്മൾ കാട്ടാതെ പോകുന്ന കരുണകളെക്കുറിച്ച് യേശു തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുള്ള 10,000 താലന്തിൻ്റെ കഥ, കടമുള്ള ആളുടെ കഥയൊക്കെ നമുക്ക് നന്നായിട്ടറിയാം.
എൻ്റെ ഏകദേശം ആശയം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒത്തിരി കടങ്ങളുള്ള ഒരാൾ അയാൾ നിലവിളിക്കുമ്പോൾ അയാളുടെ കടമൊക്കെ അയാളുടെ മേലധികാരി ഇളവ് ചെയ്ത് കൊടുക്കുക, രാജാവ് ഇളവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടോ അയാൾ പുറത്തേക്ക് കടക്കുമ്പോൾ തനിക്ക് ചെറിയ കടങ്ങൾ മാത്രമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിൻ്റെ കടം വിട്ടാൽ നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഇത്രയും കറുത്ത ഫലിതമുള്ളൊരു കഥ യേശു പറഞ്ഞിട്ടില്ല. 10,000 താലന്തിൻ്റെ ഇളവ് കിട്ടിയവർ, അല്ലെങ്കിൽ 10 താലന്തിൻ്റെ ഇളവ് കിട്ടിയവർ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ശടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒന്ന്. ആവശ്യത്തിലേറെ കരുണ അർഹിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റേത്. ഒന്നാമതായിട്ട് ആ പാരസ്പര്യത്തിൻ്റെ നൂല് കണ്ടെത്തുക എന്നുള്ള ഈ സമസ്ത പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തോ ചില ബന്ധങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ വളരെ ഒറ്റയായിട്ട് ജീവിക്കുക, അല്ല. യേശു പറഞ്ഞ കണക്കിങ്ങനെ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളതിൻ്റെ ശാഖകളുമാണ്. നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ കണ്ണിയുണ്ട്. ഈ ചെടിയും ഇലകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ചില്ലകളും പൂക്കളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തായിരിക്കും ആ ഘടകം? ഇതിങ്ങനെ സാപ്പ് എന്ന് പറഞ്ഞ സംഭവം. മാനവരാശി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ജീവരസത്തിൻ്റെ പേരെന്ന് പറഞ്ഞ കരുണ. ഈ കരുണ കൊണ്ടാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടൊപ്പം ഞാനിങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ട് നടക്കുന്നുണ്ട്. ബിഗ് ബാങ് എന്ന് പറയുന്നൊരു തിയറി അനുസരിച്ചിട്ടാണ് മനുഷ്യൻ്റെ നിലനിൽപ്പെങ്കിൽ, മനുഷ്യൻ്റെ ഒറിജിനെങ്കിൽ നിശ്ചയമായിട്ട് ഈ പ്രപഞ്ചങ്ങളെ പോലും നമ്മൾ കൂടെ നടക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവങ്ങളെ പോലും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഈ പാരസ്പര്യത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. എല്ലായിടത്തും ഒരു വൃക്ഷം ഇങ്ങനെ പൂർണ്ണമായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ, മുഴുവൻ ഇലകളോട് നിന്നപ്പോൾ നിങ്ങളും അത്രയും പച്ചയായിട്ട് നിന്നു. കാറ്റത്തൊരു കൊമ്പൊടിഞ്ഞു പോയപ്പോൾ എത്ര പെട്ടെന്നാണ് ആ ഒരു മരം ഇങ്ങനെ ദരിദ്രമായത്. അത് കണക്ക് മാനവരാശിക്ക് എവിടെ പരിക്ക് പറ്റിയാലും, മാനവരാശിക്ക് എവിടെ ലജ്ജാഭരിതമായിട്ട് നിൽക്കേണ്ടി വന്നാലും, മാനവരാശിയുടെ തോളിൽ എവിടെ അടി വന്നാലും അത് നിങ്ങളുടെ തോളിലാണെന്ന് പറയാൻ പറ്റുന്നൊരു വിവേകത്തിൻ്റെ പേരാണ് ഈ സോക്കോൾഡ് കമ്പാഷൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു അടിസ്ഥാന നിയമം. കമ്പാഷൻ എന്ന് പറയുന്നത് എനിക്ക് കമ്മ്യൂണിറ്റി ഫീലിംഗാണ്. മാനവരാശിയോടുള്ള എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗാണ്. അതുകൊണ്ടാണല്ലോ യേശു സാവൂളിനോട് പറയുന്നത്, സാവൂളെ നീ എന്തിനാണ് എന്നെ പ്രഹരിക്കണം? സാവൂൾ യേശുവിനെ പ്രഹരിച്ചിട്ടില്ല. നമുക്കറിയാം യേശു ആണെന്നറിഞ്ഞിട്ടും ആരെയും പ്രഹരിച്ചിട്ടില്ല. പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? ഇയാൾ ഏതൊക്കെ അടിമകളുടെ മീതെ ഇങ്ങനെ ചാട്ടവാറടിച്ചോ അതൊക്കെ വീഴുന്നത് ആ നസ്രത്തുകാരൻ്റെ മീതെയാണെന്ന് പറയുന്ന ഒരു സംഭവം. എവിടെ മനുഷ്യന് പരിക്കേറ്റാലും അടിസ്ഥാനപരമായിട്ട് തനിക്ക് തന്നെ പരിക്ക് പറ്റുന്ന സംഭവം. അങ്ങനെ ഒരു 3 ഘടകങ്ങളിലായിട്ടാണ് ഈ കരുണയെന്ന് പറയുന്ന ഒരു അടിസ്ഥാന ഭാവത്തിൻ്റെ നിലനിൽപ്പെന്ന് തോന്നുന്നു. ഒന്നിങ്ങനെ പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, 2 ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒന്ന്, 3 ഈ നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ നൂല് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു മനോഹരമായ പ്രക്രിയ. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ചെറിയ പതിപ്പാണ്, കോസ്മിക്കാണ്. നമ്മൾ പ്രാപഞ്ചിക ബോധം എന്ന് പറയുന്നൊരു സംഭവമാണ് അതിന് പിന്നിലുള്ളൊരു മൂലധനം, പിന്നിലുള്ള ഒരു ആഭിമുഖ്യം. ഏതൊരു വികാരത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ കരുണയാണെന്ന് നമ്മുടെ കുഞ്ഞു മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം ഈ കരി തന്നെയാണ് വജ്രമായിട്ട് മാറുക. രണ്ടിൻ്റെയും ആ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ഒന്ന് തന്നെ. എങ്ങനെയാണ് ഈ കരി ഇങ്ങനെ വജ്രമായി മാറുന്നത്? അതിങ്ങനെ ഭൂമിയുടെ മീതയിൽ നിന്നാണ് നമ്മൾ ശേഖരിച്ചെടുക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് എവിടെയായിരുന്നു? അത് ഭൂമിയുടെ അകക്കാമ്പിലായിരുന്നു. അകക്കാമ്പിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത താപം, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത സമ്മർദ്ദത്തിലാണ് ഈ പറയുന്ന കരി ഇങ്ങനെ വജ്രമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ഒരു ഘടകത്തിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന, അതിൻ്റെ വജ്രാനുഭവം എന്ന് പറയുന്നതാണ് കരുണ. എന്തിൻ്റെ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ കരുണയാണ്, ഒരു തർക്കവും ഇല്ല. അതിനകത്ത് പ്രണയമായാലും ഭക്തിയായാലും ശിക്ഷണമായാലും ഒക്കെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന കരുണയാണ്. ആ പ്രണയം തന്നെ എന്താ വാസ്തവത്തിൽ? ആദ്യമൊക്കെ നമുക്ക് തോന്നുന്ന ചില ആഭിമുഖ്യങ്ങൾ, ശരീരത്തിൻ്റെ മമതകൾ, ശരീരത്തിൻ്റെ ചില കൊടിയ പനികൾ ഒക്കെ മാത്രമായിട്ട് മനുഷ്യൻ പ്രണയമായിട്ട് കണക്കാക്കണ്ട. അതല്ല, അതിങ്ങനെ വെറുതെ കരുണയിലോട്ട് എത്തുക എന്ന് പറയുന്ന പ്രണയം. ഈ മലയാളത്തിൽ പ്രണയ കവിതകൾക്ക് അല്ലെങ്കിൽ പ്രണയം മിക്കവാറും നമ്മുടെ സാഹിത്യം നിലനിൽക്കുന്നത് തന്നെ ഇങ്ങനെ പ്രണയം എന്ന് പറഞ്ഞ ന്യൂക്ലിയസിനകത്താണ്. എന്നിട്ടും ഞാൻ വിചാരിക്കുന്നു ഈ ദേശത്ത് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള പ്രണയഗീതം എന്ന് പറയുന്നത്, ഏറ്റവും മെഡിറ്റേഷനുള്ള പ്രണയഗീതം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും കരുണയാണ്. ആ വാക്ക് തന്നെ ഓർത്തു, കരുണ എന്ന പേരിലാണ് ആ കവിത അറിയപ്പെടുക. നമുക്കറിയാം കഥകളൊക്കെ. ഇങ്ങനെ ഒരു കാലത്ത് ഏതോ ഒരു ബുദ്ധഭിക്ഷുവിനോട് ചെറിയൊരു ആഭിമുഖ്യം തോന്നുന്ന വാസുദത്തെ എന്ന് പറയുന്ന ഗണിക. ആ കാലത്തൊന്നും അവളെ സന്ദർശിക്കാനായിട്ട് അയാൾ തയ്യാറായിട്ടില്ല. കാരണം അയാൾക്കറിയാം ഇതല്ല ശരിയായ സമയം. ഇപ്പോൾ ഇവൾക്ക് അഴകുള്ള സമയത്ത്, ഇപ്പോൾ ഇവൾക്ക് ചില കാര്യങ്ങളുടെ മീതെ പിടിപ്പുള്ള സമയത്ത്, ഇപ്പോൾ ഇവൾക്ക് ചില കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അയാളുടെ ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാത്തൊരു സമയം വരും. ഒടുവിൽ കരചരണങ്ങളൊക്കെ മുറിച്ച് ഈ സ്ത്രീയെ ശ്മശാനത്തിൽ തള്ളിയിടുമ്പോൾ, അവളുടെ മരണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കുമ്പോൾ ഈ ബുദ്ധഭിക്ഷു വരിക. എന്നിട്ട് ആ കരുണയാണ് ശരിയായ പ്രണയം എന്ന മട്ടിലാണ് ആ കവിത തീരുന്നത്. ആ ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്ത സന്യാസിമാർ കരയാൻ പാടില്ല, ഋഷിമാർ കരയാൻ പാടില്ല എന്നുള്ള. എന്നിട്ടോ കുമാരനാശൻ എഴുതി വെക്കുന്ന എന്താണ്, ഇങ്ങനെ 2 നെല്ലിക്ക കണക്കിങ്ങനെ 2 തുള്ളി കണ്ണീര് വീണെന്നാണ് പറയുന്നത്. അഗാധങ്ങളിലെങ്ങോ ഇവൾക്ക് വേണ്ടി ഇയാൾ പുലർത്തിയിരുന്ന
ഒരു കരുതലാണ്. ഇവളോട് ഇയാൾ പുലർത്തിയിരുന്ന കരുണയൊക്കെ ഇങ്ങനെ ആമലകി ഫലം പോലെ ഇങ്ങനെ അടർന്നു വീണെന്നാണ് പറയുന്നത്. 2 ചെറിയ നെല്ലിക്ക അടർന്നു വീഴുന്ന കണക്ക്. എന്നിട്ട് ഇവളെ ഇങ്ങനെ ഇനി ആരും തലോടാൻ സാധ്യതയില്ലാത്ത ഒരു മാംസകഷ്ണം, അക്ഷരാർത്ഥത്തിൽ ഇറച്ചിട്ടുണ്ട്, അതിനെ ഇങ്ങനെ തടവിക്കൊണ്ട് ഉപഭുക്തൻ പറയുകയാണ്, നിനക്ക് ശാന്തി കിട്ടും. എൻ്റെ കൈത്തലം കൊണ്ടല്ല, മറിച്ച് ഇത് കുറേ അധികം വർഷങ്ങൾ ഒരു ഗുരുഭാഗത്തെ തഴുകിക്കൊണ്ടിരുന്ന കരങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് ശാന്തി കിട്ടും. ആ കവിത തീരുമ്പോൾ ആ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, നമസ്കാരം ഉപഭുക്ത, നിന്നെ കണക്കുള്ള മനുഷ്യർ ഇനിയും വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. അപ്പോൾ എവിടെയായാലും, പ്രണയത്തിലായാലും ഭക്തിയിലായാലും ശിക്ഷണത്തിലായാലും ഇത് കണക്ക് കരുണയുള്ള മനുഷ്യർക്ക് വീണ്ടും വീണ്ടും പിറവി ഉണ്ടാവട്ടെ. ശിക്ഷണത്തിലുമൊക്കെ കരുണ തന്നെയാണ് അടിസ്ഥാന വാക്ക്. ഒത്തിരി നീതിനിഷ്ഠതയിൽ നടത്തേണ്ട, ശാഠ്യങ്ങളിൽ നടത്തേണ്ട ഒന്നായിട്ട് നമ്മൾ കരുണ കാണുന്നുണ്ട്. മറ്റൊരു പാരമ്പര്യത്തിൽ നിന്ന് ഒരു കഥ കൂടി കേൾക്കുക. ഇതൊരു കഥകളുടെ രാവാവട്ടെ. കഥകൾക്ക് ഈ ചില നേരങ്ങളിൽ ഒരുപക്ഷെ ജീവിതത്തെക്കാൾ ഭാരമുണ്ട്, ആ ജീവിതത്തെക്കാൾ ആഴമുണ്ട്, കടലിനേക്കാൾ ആഴമുണ്ടെന്നൊക്കെ പറയുന്ന കണക്ക് കുറച്ച് നല്ല കഥകൾ കേട്ടിട്ട് നമുക്ക് ഈ രാവിലെ വിചാരങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതുക. ഒരു ബുദ്ധാശ്രമം തനിക്കിണങ്ങിയ മട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ, അയാളെ നിയന്ത്രിക്കാനായിട്ട് അയാളുടെ ഗുരുവിന് പറ്റണില്ല. ഒരു മെല്ലിച്ചൊരു മനുഷ്യനാണ്, വയോധികനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിരാവിലെ ഇങ്ങനെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഗുരു കണ്ടു ഇങ്ങനെ ഭിത്തിയോട് ചേർന്ന് വെച്ചിരിക്കുന്നൊരു കോവണി. ആ കോവണി ചാടിയിട്ടാണ് ഇപ്പം ഗ്രാമത്തിലേക്ക് പോവുക. ആ കോവണി എടുത്ത് മാറ്റിയിട്ട് ഈ കൂന് പിടിച്ച മനുഷ്യൻ അവിടെ നിന്നു. പാതിരാ കഴിയുമ്പോൾ അല്ലെങ്കിൽ പുലരിയാകുമ്പോൾ പതുക്കെ തൻ്റെ അബദ്ധസഞ്ചാരങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ ഈ മതിലെ പിടിച്ച് താഴോട്ട് കോവണി എന്ന് പറഞ്ഞ് ചവിട്ടുന്നത് ഈ മനുഷ്യൻ്റെ മുതുകിലോട്ട്, ആ കൂന് പിടിച്ച മനുഷ്യനിലേക്ക്. അത് വല്ലാതെ അങ്ങ് തകർന്നു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനോട് ഗുരു പറയുകയാണ്, നല്ല മഞ്ഞുണ്ട്, പനി പിടിക്കാതെ സൂക്ഷിക്കണം. എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം വഴിമാറാതിരിക്കുക? അപ്പോൾ എന്തിനകത്തും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് കരുണയാണ്. മതമോ മതസങ്കല്പങ്ങളോ ഭക്തിയോ, നസ്രത്തിലെ ഗുരു പറഞ്ഞ് കേട്ടിട്ടില്ലേ, ബലിയേക്കാൾ എനിക്കിഷ്ടം കരുണയാണ്. അപ്പോൾ സത്യം പറഞ്ഞെന്നാൽ ക്രിസ്തുവിലോടുള്ള യാത്ര, ക്രിസ്തുവിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കരുണയിലേക്കുള്ള തീർത്ഥാടനമാണ്, മറ്റൊന്നുമല്ല. നമുക്ക് ആ തച്ചൻ്റെ കൈപിടിച്ച് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്ന കണക്ക് നമ്മുടെ കൈ ആ തച്ചന് കൊടുത്തുകൊണ്ട് പറയണം, അന്ന് എഴുതിയ വാക്ക് ഒരിക്കൽ കൂടി ഞങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുക, കാരുണ, കരുണ. ജീവിതം പ്രഭാമയം സന്നിധാനം.